بسم الله الرحمن الرحيم. اللهم صل وسلم وبارك على خير خلقك وأمينك على وحيك المبعوث رحمة للعالمين وعلى آله وأصحابه أجمعين. പ്രൗഢമായ പ്രഭാഷണം കൊണ്ട് എനിക്ക് മുമ്പ് നിങ്ങൾ അഭിസംബോധന ചെയ്ത ബഹുമാന്യനായ മഹല്ല് ഖത്തീബ്, പ്രിയ സുഹൃത്ത് ഉസ്താദ് അബ്ദുൽ ഹമീദ് സഅദി അവറുകൾ, മുഹീദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകർ, ഈ പരിപാടിയുടെ സംഘാടകർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കും. ലഹരി എന്നത് കേവലം മദ്യത്തിലോ മയക്കുമരുന്നിലോ മാത്രമല്ല, മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ, ചില സ്വഭാവങ്ങൾ ചിലർക്ക് ലഹരിയായി മാറുന്നുണ്ട്, ചില ദുശീലങ്ങൾ. ഇങ്ങനെ അങ്ങ് തുടങ്ങിയാൽ ജീവിതത്തിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ലഹരിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും. ചിലരുടെ ലഹരി നാലാളുടെ കുറ്റം പറയലായിരിക്കും, ചിലരുടെ ലഹരി മറ്റു മോശമായ സ്വഭാവങ്ങളായിരിക്കും. അത് ഇല്ലാതെ പറ്റൂല എന്ന അവസ്ഥ എന്ന് ഏതൊന്നിനെ കുറിച്ചാണോ പറയപ്പെടാൻ പറ്റുന്നത് അത് മുഴുവനും ലഹരിയാണ്. ആമുഖമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പരിസരം വളരെ മോശമാണ്. എല്ലാ നല്ല വേദികളിലും ബോധവൽക്കരണം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം ആ വിഷയത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം തകർന്നടിയുന്ന ധാർമ്മികത എന്നതാകുമ്പോൾ ആമുഖത്തിൽ തന്നെ അത് പരാമർശിക്കുക എന്നതാണ് അതിൻ്റെ നീതി, അതാണ് അതിൻ്റെ ന്യായം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് ചെയ്യട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. 1987 മുതൽക്ക് എല്ലാ വർഷവും ജൂൺ മാസം 26-ാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനമായി ലോകം മുഴുവനും ആചരിച്ചു കൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പോലും ലഹരി ചർച്ചയാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ലോക മാധ്യമങ്ങൾ ശ്രദ്ധിച്ച ഒരു വാർത്ത ഒരു ഇന്ത്യക്കാരൻ്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ്. സുദീർഘമായി ഞാനതേക്കുറിച്ച് പറയുന്നില്ല. ആര്യൻ ഖാൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ബോളിവുഡിലെ കിടയറ്റ വ്യക്തി പ്രഭാവം എന്നൊക്കെ പറയപ്പെടാൻ പറ്റുന്ന ഷാരൂഖ് ഖാന്റെ മകൻ, അദ്ദേഹം ഉൾപ്പെടെയുള്ള 8ഓളം പ്രതികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആഡംബര കപ്പലിൽ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ലോകമാധ്യമങ്ങളിൽ ദിവസങ്ങളോളം ചർച്ചയായിരുന്നു. ഇതൊരു വസ്തുതയാണ്. മുൻപ് ഒരിക്കൽ ഈ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കൊച്ചുമോനെ കുറിച്ച് വളർന്നു വന്നാൽ ലഹരി, പെണ്ണ് തുടങ്ങുന്ന ഏത് വൃത്തികെട്ട വഴിയും അവൻ തെരഞ്ഞെടുത്താൽ അതവന്റെ ഇഷ്ടമാണ്, അതവന്റെ സ്വാതന്ത്ര്യമാണ് എന്ന ഒരു അനുവാദം കൊടുക്കലും ചാനലുകൾ ഇങ്ങനെ ആ ഇന്റർവ്യൂവിന്റെ വീഡിയോയും പങ്കുവച്ചിരുന്നു. അത്ര നിസ്സാരമായി സമൂഹത്തിൽ പലരാലും അനുകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം നിസ്സാരമായ ലാഘവത്തോടുകൂടെ ലഹരിയെ അവതരിപ്പിക്കുന്നതിനെതിരെ കേസെടുക്കാൻ പോലും നിയമമുള്ള രാജ്യമാണ് നമ്മുടേത്. അത്രത്തോളം ഈ വാർത്ത നമ്മുടെ നാടുകളിൽ വളരെ പ്രചാരം നേടി നിൽക്കുന്ന സമയത്ത് അതേ പത്രത്തിന്റെ അതേ പേജിൽ തന്നെ മറ്റൊരു കോളത്തിൽ ഈ ഉള്ളവൻ വേറൊരു വാർത്തയും അന്ന് ശ്രദ്ധിച്ചിരുന്നു. മുംബൈ തുറമുഖത്ത് 125 കോടിയുടെ ഹെറോയിൻ പിടികൂടി എന്ന്. ഇനി നിങ്ങൾ നാളെ മുതൽക്ക് നോക്കൂ, നമ്മുടെ ഒരു ദിവസത്തെ പത്രവായനയിൽ എത്ര ഇടങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് എത്ര റിപ്പോർട്ടുകൾ വരുന്നു എന്നുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ ലഹരിയുടെ ചർച്ച നടക്കുന്നതിനെ നമ്മുടെ നാടുകളിൽ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടിന്റെ പരിസരം മോശമല്ല.
പുതിയ തലമുറയിൽപ്പെട്ട ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത വിധം നിശബ്ദമായി ലഹരിയുടെ ഉപയോഗം കടന്നു വന്നുകൊണ്ടിരിക്കുക. ക്യാമ്പസിലെ മദ്യപാനം ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. ആഘോഷങ്ങൾക്ക് മതത്തിന്റെ അതിര് കടന്ന് ആഘോഷം എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ത്വരയായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി നിൽക്കുക. മദ്യം വിളമ്പാത്ത പരിപാടി ഏതാ ഉള്ളത്? മുസ്ലിമീങ്ങളുടെ കല്യാണ വീട്ടിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ടൂർ പ്രോഗ്രാമുകളുണ്ടല്ലോ, മദ്യമില്ലാത്ത ടൂറുണ്ടോ? രാഷ്ട്രീയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് മദ്യത്തെ. എന്തിനേറെ ആംബുലൻസുകൾ കേന്ദ്രീകരിച്ചു പോലും വലിയ വലിയ ആളുകൾ അവരുടെ പല ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കൂടെയും ആംബുലൻസുകൾ കേന്ദ്രീകരിച്ചും ലഹരിയുടെ കടത്തലുകൾ കൈമാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിലും നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നവർ, നമ്മുടെ നാട്ടിലെ നാർക്കോട്ടിക്കിനെതിരെ ജിഹാദ് വേണമെന്ന് പറയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ആലോചിച്ചു പോവാൻ. ലഹരിയിൽ മതമില്ല, അതിന്റെ ഉപയോഗം മതത്തിന് പുറത്താണ് എന്നതിൽ പരിശുദ്ധ ഇസ്ലാം കർക്കശ കണിശത ഭാഷയിൽ ലോകത്തിന്റെ മുന്നിൽ പറയുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പരിസരത്തെയാണെങ്കിൽ ദൂരദിക്കുകളിലേക്ക് പഠിക്കാൻ പറഞ്ഞയക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടുകെട്ട് നമുക്ക് ചിന്തിക്കാവതല്ല. ആരെയും കണ്ണടച്ച് വിശ്വസിക്കണം എന്ന് പറയല്ലേ, ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്ന പറയുന്നത്? മാറി മാറി വരുന്ന സർക്കാർ മദ്യം വിറ്റ് അതുവഴി പണം സമ്പാദിക്കുകയാണ്. എന്നിട്ടോ ലഹരി ഉപയോഗിച്ചവന്റെ കുറ്റകൃത്യത്തിന് ഫൈനും ഈടാക്കി അതുവഴിയും പിന്നെയും വരുമാനം. എത്ര വൈപരീത്യമാണ് ഈ പ്രവണത! സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം ഒഴുകുന്ന ഒരു പ്രധാന ഘടകമാണ് ലഹരിയുടെ അല്ലെങ്കിൽ മദ്യത്തിന്റെ വിൽപ്പന എന്നുള്ളത്. അതിലൊക്കെ കൂടുതൽ കടന്നു വരാൻ കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം ഏതൊക്കെ വിഷയത്തിലാണ് ഒന്നാം സ്ഥാനം? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹരിയാനയെയും പഞ്ചാബിനെയും കുടിച്ച് തോൽപ്പിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് കള്ളുകുടിയന്മാരുടെ സ്ഥാനത്തും കേരളം തന്നെയാണ് ഒന്നാമത്. അത്രത്തോളം നമ്മുടെ പരിസരങ്ങൾ വല്ലാതെ ലഹരിയിൽ വീർപ്പുമുട്ടുകയാണ്. ധാർമ്മികമായ ചിന്തകൾ മനുഷ്യനിൽ ദിനേന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലഹരിയുടെ ഉപയോഗം പോലെ തന്നെ ചർച്ചയാണ്. ഒരു പരിധിവരെ ലഹരി അതിലേക്ക് വഴിവെക്കുന്നുമുണ്ട്. നാം ആലോചിച്ചു നോക്കാം, ലോക ചരിത്രത്തിൽ ലഹരി ഉപയോഗം കൊണ്ട് എത്ര നാഗരികതകൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ലഹരി ഉപയോഗത്തോടനുബന്ധമായി വരുന്ന എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു. സത്യവും മിഥ്യവും വേർതിരിച്ചറിയാതെ കാനന സമാന ജീവികളായി ജീവിച്ച 6-ാം നൂറ്റാണ്ടിന്റെ ഇരുളടഞ്ഞ ജനതയുടെ ഇടയിൽ എത്ര ശാസ്ത്രീയമായിട്ടാണ് ഈ കാര്യത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലഹരി നിർമാർജന പ്രവർത്തനം എക്കാലത്തും ലോകത്ത് സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 21 നാഗരികതകളിൽ 19 തകർന്നത് ലഹരി ഉപയോഗത്തിലൂടെയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഇതിന്റെ നിസ്സാരവൽക്കരണം കടന്നു വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിൽ നമ്രശിരസ്കരായി കൈയടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ലഹരി ഉപയോഗത്തെ നിസ്സാരപ്പെടുത്തുന്ന രീതികൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അതിര് കടന്ന പ്രവർത്തികൾ, ഉദാഹരണമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമകളിൽ മദ്യപാനത്തിന്റെ സീൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ബന്ധങ്ങളില്ലാത്തത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് അതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല. ആ സീൻ അവതരിപ്പിക്കപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ ഒരു കോമഡി കാണിക്കപ്പെടുന്നിടത്ത്, റിയാലിറ്റി ഷോകളും അതുപോലെ തന്നെ കോമഡി ഷോകളും ഒരുപാടുണ്ട്. ഒരു മദ്യപാനിയെ കൊണ്ടുവന്ന് ഹരം കൊള്ളിക്കുന്ന രീതി, അതിലും നമ്മൾ കോമഡി കണ്ട് ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇത്തരം ചിത്രീകരണങ്ങൾ ഒരു ബിസിനസ്സാണ്. ലഹരി എന്നുള്ളത് നിസ്സാരമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതൊരു സാധാരണ സംഭവമായി
പണ്ട് പലപ്പോഴും കല്യാണം മുടങ്ങിയത് ആ ചെക്കൻ ഏതോ ഒരു കാലഘട്ടത്തിൽ സിനിമാ കോട്ടയിൽ പോയി എന്ന് പറഞ്ഞ ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മഹാനായ ഒരു സഹാബി വരുന്നുണ്ട്. വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപിക്കാൻ അനുവാദം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മദ്യപിക്കാൻ അനുവാദം, എന്തിനാണ് മദ്യപാനം? ആ സ്വഹാബിയോട് ഒരു വൈദ്യര് പറഞ്ഞു, അല്പം മദ്യപിച്ചാൽ ഈ അസുഖം മാറുമെന്ന്. അല്പം മദ്യപിച്ചാൽ, അല്ലെങ്കിൽ മദ്യസേവയോടുകൂടെ ആ മരുന്നിന് പഥ്യമായി അതിന്റെ നിബന്ധനയായി പറഞ്ഞു. സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, ആരാണ് സ്വഹാബി എന്നറിയുമോ? മഹാനായ സുവൈദ് ബിൻ താരിഖ് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സ്വഹാബിയാണ്. വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അനൽ ഖംർ, കള്ളിനെ പറ്റി പറയുമോ? എനിക്ക് കള്ളൊന്ന് കുടിക്കണം. എന്തിനാണെന്നറിയോ? എന്റെ രോഗം. ഫനഹാ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട മോനെ, അതില് മരുന്നില്ല. പിന്നെയും ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് തടഞ്ഞു. പിന്നെയും ചോദിച്ചു, യാ നബി അല്ലാഹ്, അനുവാദം തരുമോ? ഇന്നഹാ ദവാ, മദ്യപാനത്തിലൂടെ എന്റെ രോഗത്തിന്റെ മരുന്നുണ്ടെന്ന് വൈദ്യര് പറഞ്ഞു. നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി ലാ 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 വലാകിന്നഹാ ദാഉൻ സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്, ഇല്ല മോനെ, ഇല്ല മോനെ, ഈ ലോകത്തോട് അല്ലാഹുവിന്റെ ഹബീബ് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലുമില്ല മദ്യസേവയിലൂടെ, ലഹരിയിലൂടെ ഒരു രോഗത്തിന്റെ മരുന്ന് പോലും ഒരാൾക്കും കാണാൻ കഴിയില്ല. വലാകിന്നഹാ ദാ, ലഹരി ഉപയോഗത്തിലൂടെയുള്ള ചികിത്സ മറ്റൊരു രോഗമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മദ്യമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ജീവിതത്തിൽ ലഹരി ബാധിക്കുന്ന ഇടങ്ങൾ പലതാണ്. മദ്യമെന്ന് പറയുന്നത് കുറഞ്ഞു പോകുന്നു. അത്രത്തോളം ഇതിന്റെ പേരുകൾ വേറെ വേറെ, ഇതിന്റെ ഉപയോഗ തലങ്ങൾ വേറെ വേറെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. അന്നബി മാലിക്കിൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ലയസ്രിബന്ന നാസും മിൻ ഉമ്മത്തിൽ ഖംർ, എന്റെ സമൂഹത്തിൽപ്പെട്ട, എന്റെ സമുദായത്തിൽപ്പെട്ട കുറെ ആളുകൾ അന്ന് ലഹരി ഉപയോഗിക്കും. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, കേൾക്കാത്ത പേര് കൊണ്ട് ലഹരി വസ്തുക്കൾക്ക് പേര് വെക്കപ്പെടുന്ന കാലം വരാനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലഹരികൾ പല തലത്തിലാ. ചില ആളുകൾക്ക് ലഹരി എന്ന് പറയുന്നത് ചീട്ടുകളിയാ, ചിലർക്ക് ലഹരി എന്ന് പറയുന്നത് തിന്മകളിൽ മറ്റേതെങ്കിലുമാ. അതില്ലാതെ ഒഴിച്ചു നിർത്താൻ പറ്റുന്നില്ല ആ അവസ്ഥയിലേക്ക്. സഹോദരന്മാരെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സ്വഹാബിയെ അല്ലാഹ് പ്രശംസിച്ചു എന്നത് പറയാൻ പറഞ്ഞേൽപ്പിച്ചു. ഹബീബിന്റെ സദസ്സിലേക്ക് ജിബ്രീൽ വരികയാണ് അലൈഹിസ്സലാം. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നോടത്ത് മഹാനായ ഇമാം ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ രേഖപ്പെടുത്തുന്നു, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, നബിയെ, മഹാനായ സ്വഹാബി ജഅഫർ തയ്യാർ റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സ്വഹാബിയോട് പറയണേ, 4 കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ 4 സ്വഭാവങ്ങൾ ജാഹിലിയത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിയോട് പറയണേ, 4 കാര്യങ്ങൾ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമായിട്ടുണ്ടെന്ന് പറയണേ. ഇത്രയും പറഞ്ഞു. ഹബീബായ നബി തങ്ങൾക്ക് വല്ലാത്ത ആകാംക്ഷ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും ഇപ്പൊ ഈ സ്വഹാബിയെ അല്ലാഹു ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ആ സമയത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജഅഫറിന് തയ്യാർ എന്നവരെ നിങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രശംസിക്കാൻ കാരണം? മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗലാ അന്നല്ലാഹു തലഅക അലൈഹാ ലമാ അഖ്ബർതുക ബിഹാ.
പരിശുദ്ധമായ വഹയിന്റെ ആരവങ്ങൾ കൊണ്ട് അങ്ങേക്ക് അറിവ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിന്റെ അകത്തളത്തിൽ മൂടി വച്ചിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രശംസിച്ചിട്ടുള്ള ആ 4 കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയുമായിരുന്നില്ല നബിയേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വഹാബി പറയാൻ തുടങ്ങി. ഏതാണ് ആ 4 കാര്യം എന്നറിയോ? ഹബീബായ നബിയേ, ഒന്നാമത്തെ കാര്യം ഞാൻ ഒരിക്കലും കള്ള് കുടിച്ചിട്ടില്ല നബിയേ. ഞാൻ മുസ്ലിം ആകുന്നതിന് മുന്നേ ഒരിക്കൽ പോലും ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. എന്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല നബിയേ. എന്തുകൊണ്ടെന്നറിയുമോ? ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, എന്റെ തിരിച്ചറിവ് നശിപ്പിക്കാൻ, എന്റെ ആയുസ്സിനെ ചുരുക്കി കളയാൻ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം നബിയേ. അള്ളാഹു ആ വിവേകത്തെ പ്രശംസിച്ചു. രണ്ടാമത് പറഞ്ഞു, നബിയെ ഞാൻ ഒരിക്കലും വിഗ്രഹത്തിന് സുജൂദ് ചെയ്തിട്ടില്ല നബിയെ. എന്തുകൊണ്ട്? അതുകൊണ്ട് ഒരു ഉപകാരമോ ഉപദ്രവമോ ലോകത്ത് സംഭവിക്കുന്നില്ലല്ലോ. അതിന്റെ പേരിൽ ഞാൻ വിഗ്രഹത്തിന് സുജൂദ് ചെയ്തിട്ടില്ല നബിയെ. മഹാനായ സ്വഹാബി പറയുകയാണ്, പിന്നെയോ ഞാൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല നബിയെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്റെ കുടുംബത്തോട് എനിക്ക് അത്രയും സ്നേഹമാ നബിയെ. എന്റെ പ്രിയപ്പെട്ടവളോട് എനിക്ക് അത്രയും അനുരാഗമാ നബിയെ. ഒരിക്കലും വ്യഭിചാരത്തിന്റെ ഒരു ലാഞ്ചന പോലും എന്റെ മനസ്സിന്റെ അകത്തേക്ക് വന്നിട്ടില്ല നബിയെ. എന്തുകൊണ്ടാ? എന്റെ കുഞ്ഞുമക്കളുടെ മുഖം കാണുമ്പോൾ, അവരുടെ മുഖം ഓർമ്മ വരുമ്പോൾ, അവരുടെ കിളിനാദം എന്റെ കാതിൽ അലയടിക്കുമ്പോ വ്യഭിചാരത്തിന്റെ ആ വലിയ അർത്ഥത്തിലുള്ളതായ ഗൗരവത്തിന്റെ മനസ്സ് ഉൾക്കൊള്ളുന്നു നബിയെ. നാലാമത് ഞാൻ ചെയ്യാത്ത പാപം എന്താണെന്നറിയുമോ? എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല നബിയേ. ഞാൻ കളവ് പറയാത്തത് എന്താണെന്നറിയുമോ? ജീവിതത്തിൽ ഒരു നിലവാരമില്ലല്ലോ കള്ളത്തരം പറയുന്നവന്. അതുകൊണ്ട് ഞാൻ നിലവാരമില്ലാത്തവനാവാൻ പാടില്ലല്ലോ. ഇതിനെയാണ് ധാർമ്മികത എന്ന് പറയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വ്യവസ്ഥയുമില്ലാതെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബ് പറയുന്നത് കേട്ടോളൂ. ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു കള്ളിനെ ശപിച്ചിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി വസാരിബഹ, അത് കുടിക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വസാഖിയഹ, അത് കുടിക്കുന്നവന് ഒഴിച്ചു കൊടുക്കുന്നവന് അല്ലാഹു ശപിച്ചിരിക്കുന്നു. വബായിഅഹ, ആ കള്ളിനെ വിൽക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വമുബ്താഅഹ, തന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് പാർട്ടിക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ കൊടുക്കുന്ന, പാർട്ടി കൂടാൻ കൊടുക്കുന്ന, നീ വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന, കൈക്കൂലിക്ക് പകരം പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ഇടപാട് നടത്തുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വആസിറഹ, കള്ള് പിഴിയുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഹാമിലഹ, കള്ള് ചുമന്നുകൊണ്ട് പോകുന്നവനെ ശപിച്ചിരിക്കുന്നു. വൽ മഹ്മൂലത്തു ഇലൈഹി, കള്ളിലേക്ക് സഹായമാകുന്ന എല്ലാ ചേരുവകളെയും, എന്തിനേറെ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ സെയിൽ ചെയ്യുന്ന സെയിൽസ്മാൻ ഷാപ്പിലേക്ക് സെയിൽ ചെയ്യുന്നുവെങ്കിൽ അല്ലാഹു ശപിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം അള്ളാഹുവിന്റെ താക്കീത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ജീവിതത്തിന്റെ താളം തെറ്റിയ അവസ്ഥയിലൂടെ പോകുന്നു. പരിസരത്ത് ഇങ്ങനെ ലഹരി ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നു. ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നു ഉപയോഗിക്കാത്തവരെക്കാൾ. ധാർമ്മികമായ ചിന്തകൾ മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഇല്ലാതെ പോകുന്നു. എങ്ങനെയാണെങ്കിലും 10 കാശുണ്ടാക്കിയാൽ മതി, എങ്ങനെയാണെങ്കിലും വേണ്ടിയില്ല അടിച്ചു പൊളിച്ചാൽ മതി. എത്ര ലോണാ വലിച്ചുവാരി കൂട്ടിയിടുന്നത്? എന്തിന്റെ പേരിലാ? 50 ലക്ഷം രൂപയുടെ ഒരു കല്യാണം നടത്തിയ സഹോദരനെ എനിക്കറിയാം. 50 ലക്ഷം രൂപ കല്യാണം നടത്താൻ വേണ്ടി 1 കോടി രൂപയാ അദ്ദേഹം ലോൺ എടുത്തിട്ടുള്ളത്. എന്നിട്ടോ നിക്കാഹിന്റെ അന്ന് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മോളെ കെട്ടിക്കാൻ കടമുണ്ട്, ദുആ ചെയ്യണേ.
എന്തിനു വേണ്ടി ദുആ ചെയ്യണം? ആർഭാടപൂരിതമായ ജീവിതത്തെ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഹറാമിലേക്ക് പോയി പണം കൊണ്ടുവന്നിട്ട് പരിശുദ്ധ മെഹ്റാബിന്റെ സമീപം വന്നിരുന്നിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കണേ. മനുഷ്യന്മാരുടെ മനസ്സിൽ ഉളുപ്പില്ലാത്ത കാലം അള്ളാന്റെ ഹബീബ് ആർഭാടങ്ങളെ എത്ര കണ്ട് എതിർത്തിട്ടുണ്ടെന്ന് നാം ആലോചിച്ചു നോക്കാം. ആകാശത്തിന്റെ സീമകളിൽ നിന്നുകൊണ്ട് മഹാന്മാരായ മലക്കുകൾ വിളിച്ചു പറയുന്ന ആപ്തവാക്യത്തെ പോലും ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കും ബിബാബിൻ മിൻ അബ്വാബിസ് സമാ. അല്ലാഹുവിന്റെ ആകാശത്തിന്റെ സീമകളില് അവന്റെ പ്രധാനിയായ ഒരു മലക്ക് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, മയ്യുഖ്രിൽ യൗമ യജിദ് ഗദാ. അള്ളാന്റെ മാർഗത്തിൽ കടം കൊടുക്കുന്നവനാരാ? അള്ളാന്റെ മാർഗത്തിൽ കടം കൊടുക്ക എന്ന് പറഞ്ഞാൽ നിർധനയായ യുവതിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു പറ്റം ചെറുപ്പക്കാർ വന്നുകൊണ്ട് നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചപ്പോ നിങ്ങൾ കൊടുക്കുന്ന നാണയത്തുട്ടുകളുണ്ടല്ലോ, അള്ളാന്റെ മാർഗത്തിൽ കടം കൊടുക്കല. ആ കടം സ്വീകരിക്കുന്നത് അള്ളാഹുവാ. അള്ളാഹു കടമിടപാടിൽ മാന്യനാ. അവൻ സ്വീകരിച്ചതല്ല തിരിച്ചു കൊടുക്ക. നമ്മെ പോലെയല്ല കൊടുക്കാൻ അവന്റെ ഖജനാവ് നിറയുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തിരിച്ചു കൊടുക്കുമ്പോ അവൻ കൊടുക്കുന്നത് ഏതുപോലെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഏതുപോലെയാ തിരിച്ചു കൊടുക്ക എന്നറിയുമോ? ഒരു നെല്ലിന്റെ ഒരു ധാന്യത്തിന്റെ മണി ഒരു മണ്ണിന്റെ അകത്ത് കുഴിച്ചു മൂടിയപ്പോൾ അത് മുളച്ചു പൊങ്ങിയപ്പോൾ അതിലൂടെ നെൽക്കതിരുകൾ വന്നപ്പോൾ ഓരോ കതിരിന്റെ അകത്തേക്കും 100 കണക്കിന് നെല്ലുകൾ നാം പിടുത്ത് വന്ന പോലെ ഒരു നെൽമണിയിൽ നിന്നും 100, 200, 500, 700 നെൽക്കതിരുകൾ പൊട്ടിവിടർന്നിട്ട് കോടാന കോടി വരുന്നതായ നെല്ലിന്റെ കൂമ്പാരത്തിലേക്ക് നോക്കിയിട്ട് ഒരു ധാന്യമണി ദാനം ചെയ്ത ആൾക്ക് കിട്ടുന്നത് ആ കൂമ്പാരക്കണക്ക് വരുന്ന നെല്ലിന്റെ കൂമ്പാരമാണെന്ന് പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രിയപ്പെട്ട അടിമ അവന്റെ മാർഗത്തിൽ കടം കൊടുക്കുക എന്ന ദാനധർമ്മത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പൈസക്ക് അല്ലാഹു കൊടുക്കുന്ന വില ഇതാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ അർത്ഥത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മലക്ക് വിളിച്ചു പറയാ, അള്ളാന്റെ മാർഗത്തിൽ ആരടാ കടം കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ദാനധർമ്മം ചെയ്യാനുള്ളത്. ദാനധർമ്മം ആസ്റ്റർ മെഡിസിറ്റിയിൽ എന്റെ പ്രിയ സഹോദരൻ ഒരു സുഹൃത്ത് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്ത് പോരണം. അതിനുള്ള പണം അന്വേഷിച്ചുകൊണ്ട് കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ വലിയ ഗൗരവകരമായ ട്രീറ്റ്മെന്റിന് വേണ്ടി കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങിയിട്ട് 8 ലക്ഷം രൂപ എല്ലാ മാസവും കൃത്യമായി വാടക ഇനത്തിൽ മാത്രം കിട്ടുന്ന ഒരു സഹോദരനെ സമീപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് 10 പൈസയുടെ കയ്യിലില്ലാത്ത, ആവശ്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോകുന്നു. മലക്ക് വിളിച്ചു പറയാ, അള്ളാന്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ നീ തയ്യാറാണോ? എന്നാൽ നിനക്കത് അള്ളാഹു തിരിച്ചു തരും എന്ന് മലക്ക് വിളിച്ചു പറയുമത്രേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രഭാതത്തിലും ഇങ്ങനെ മലക്ക് വിളിച്ചു പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു മലക്ക് പിന്നെയും അത് തന്നെയാ പറഞ്ഞത്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. ഇന്ന് കൊടുത്തവന് റബ്ബേ നീ പകരം അവന്റെ സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കൊടുക്കാതെ പിടിച്ചു വെച്ചവന് സമ്പത്തിൽ നാശം കൊടുക്കണേ എന്ന് ദുആരക്കും മലക്ക്. ആകാശത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് ദുആരക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറ്റൊരു മലക്ക് വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഹലുമൂ ഇലാ റബ്ബിക്കും. ഓ ജനങ്ങളെ, റബ്ബിലേക്ക് അടുക്കാനുള്ള ശ്രമം തുടങ്ങിക്കോളൂ. അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നത് ആർക്കാണെന്നറിയുമോ? മലക്കിന്റെ വർത്താനത്തിൽ കേട്ടോളൂ. ഫഇന്നമാ ഖല്ലബക കഫാ ഖൈറും മിമ്മാ കസറ വഅൽഹാ. അല്ലാഹുവിന്റെ മലക്ക് പറയാ, ആർഭാടം കാണിച്ചു നടക്കുന്നവന് ഒരിക്കലും റബ്ബിലേക്ക് അടുക്കാൻ കഴിയൂല. പിന്നൊരു മലക്ക് വിളിച്ചു പറയും, പിന്നെ ഒരു മലക്ക് വിളിച്ചു പറയുമോ, ആദം സന്തതികളെ, ലുദ്ദൂലിത്തുറാബ്, ഖബറിലേക്കുള്ളത് ഒരുക്കി വെച്ചോളൂ. ഖബറിലേക്ക് പോവാൻ എന്താ കൊണ്ടാള്? ഒരുക്കി വെച്ചോളൂ, സമയമായിട്ടുണ്ടെന്ന് മറ്റൊരു മലക്കും ആകാശത്തിൽ നിന്നും എല്ലാ ദിവസവും വിളിച്ചു പറയും. ആരാ ഇതിപ്പോ കേൾക്കുക? അതൊരു ചിന്തയാ, അതൊരു ഓർമ്മയാ, അതൊരു വിവേകമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
കേട്ടോളൂ, മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വസ്ഥത നഷ്ടപ്പെട്ട ജീവിതത്തിന് പരിഹാരം പറഞ്ഞിരിക്കുക. നന്മയിലേക്ക്, ധർമ്മത്തിലേക്ക്, മതബോധത്തിലേക്ക്, അമലിലേക്ക്, അള്ളാന്റെ പൊരുത്തത്തിലേക്ക് വരാതെ നമുക്ക് സാധിക്കില്ല. ജീവിതത്തിൽ സ്വസ്ഥതയില്ല. ഇന്ന് ജീവിതത്തിൽ എവിടെ സ്വസ്ഥതയുള്ളത്? ചികിത്സയൊക്കെ 1000 2000 ഒക്കെ കഴിഞ്ഞു, 10,000 കഴിഞ്ഞു, ലക്ഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ നേട്ടമായിരിക്കാം മാസ്റ്റർ മെഡിസിറ്റി, നമ്മുടെ നേട്ടമായിരിക്കാം ലക്ഷോർ, നമ്മുടെ നേട്ടമായിരിക്കാം എറണാകുളം ലിസി, നമ്മുടെ നേട്ടമായിരിക്കാം അത്യന്താധുനിക വലിയ മികവുകൾ നിറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലുകളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ നേട്ടങ്ങളായിരിക്കാം. നമ്മുടെ സൗകര്യങ്ങൾ നേട്ടങ്ങളായിരിക്കാം. സഹോദര, ചികിത്സകൾ ലക്ഷങ്ങളിൽ നിന്നും കോടികളിലേക്ക് മാറി. രോഗങ്ങൾ സാർവത്രികമായി. എണ്ണി പറഞ്ഞാൽ 10 ക്യാൻസർ രോഗികളെ കാണിച്ചു കൊടുക്കാൻ ഒരു വീടിന്റെ പരിസരത്ത് കഴിയുന്ന വിധം പനി പടരും പോലെ മാരക രോഗങ്ങൾ ചുറ്റിലും. എന്തിനേറെ, ചിരിച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കട്ടൻ ചായ ഗ്ലാസിൽ നിന്നും പൂർണ്ണമായി കുടിക്കുന്നതിന് മുമ്പായി അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന മനുഷ്യന്റെ അവസ്ഥ. 10 മരണം എടുത്തു നോക്ക്. എവിടെയാ 90 വയസ്സ് വരെ കിടന്ന് വെള്ളം തൊട്ട് കൊടുത്ത് അവസാനം മക്കളെയും പേരമക്കളെയും അവരുടെ മക്കളെയും കണ്ടു മരിക്കുന്നു. ഉപ്പുപ്പാന്റെ മരണം വളരെ കുറവാ. ഇന്നുള്ള മരണങ്ങൾ നോക്കും. മനുഷ്യന്റെ ആയുസ് വളരെ ശുഷ്കമായിരിക്കുന്നു. സ്വസ്ഥത നഷ്ടപ്പെട്ട രീതിയിലൂടെ മനുഷ്യൻ ജീവിക്കുന്നു. എന്താ ഇതിന് കാരണം? നമ്മൾ തന്നെയാ. നമുക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ കേട്ടോളൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ നഖല ഖൗമുൽ അഹദ ഖത്തു ഇല്ലാ കാനൽ ഖത്ലു ബൈനഹും. ജനങ്ങളിൽ കൊലപാതകം കാണാൻ കഴിയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു നിരപരാധിയെ വെട്ടിക്കൊല്ലുന്നതിന് യാതൊരുവിധ കാരണവുമില്ല. സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവനെ വെട്ടിയാൽ അതേ തലപ്പത്തിരിക്കുന്നവനെ വെട്ടുന്നു. കൊലപാതകത്തിൽ മതം പോലുമില്ല. മനുഷ്യന്റെ ജീവന് വേണ്ടി കൊടുക്കുന്ന പരിഗണനയിൽ മതം പറഞ്ഞിട്ടില്ല. ഒരാളെ കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നത് ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തലാണെന്നാ ഖുർആൻ പറഞ്ഞത്. അവിടെ മതമല്ല പറഞ്ഞത്. ഒരാളെ കൊന്നാൽ ഒരു സമൂഹത്തെ കൊന്നു എന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം കൊലപാതകം ഭൂമിയിൽ സജീവമായി എവിടെയും കൊലപാതകങ്ങൾ ഭൂമിയിൽ വർദ്ധിക്കുന്നു. എന്താ കാരണം? നമ്മൾ ഒരുപാട് കൊലപാതക വാർത്തകൾ കേൾക്കുന്നു. എന്താ കാരണം? ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, അങ്ങനെ ഒരു കാരണമുണ്ട്. ജനങ്ങൾക്കിടയിൽ വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത സ്വഭാവം വരുന്ന കാലമേതോ ആ കാലഘട്ടത്തിൽ കൊലപാതകങ്ങൾ കൂടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങൾ വാക്ക് പാലിക്കാത്ത കാലം. ഒരാൾക്ക് കടം കൊടുക്കാൻ ധൈര്യമില്ല, ഒരാൾക്ക് വായ്പ കൊടുക്കാൻ ധൈര്യമില്ല. എന്തുകൊണ്ടാ? അവൻ പറഞ്ഞു പോകുന്ന വാക്ക് പാലിച്ച സമയത്ത് തിരിച്ചേൽപ്പിക്കില്ല. അത്രത്തോളം വാക്ക് പാലിക്കാത്തവരാ. അറ്റ്ലീസ്റ്റ് 11:30 മണിക്കൊരു മഹലിന്റെ ലെറ്റർ പേഡിൽ അല്ലെങ്കിൽ വിവാഹ ഫോറത്തിൽ നിക്കാഹ് നിശ്ചയിച്ചു വെച്ചാൽ 11:30 മണിയിലേക്ക് എത്താൻ 30 വയസ്സിനോടടുത്ത പ്രായമായിട്ടും വിവാഹത്തിന്റെ പന്തലിലേക്ക് വരുന്ന പുതിയ ആപ്പിളക്ക് അതിനുള്ള പക്വതയില്ല എന്ന് പറഞ്ഞാൽ സമയം പാലിക്കുക എന്ന് പറയുന്നോടത്ത് അല്ലെങ്കിൽ വാക്ക് പാലിക്കുക എന്നുള്ളോടത്ത് മനുഷ്യന് കഴിയാതെ പോകുന്ന വിധം മനുഷ്യൻ അധപ്പതിക്കുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വലാ ലഹറത്തുൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്തു ഇല്ലാ സല്ലല്ലാഹു അലൈഹിൽ മൗത്ത്. വ്യഭിചാരം സാർവത്രികമാകുന്നു. വ്യഭിചാരം എല്ലായിടങ്ങളിലും സജീവമാകുന്നു. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരത്തിന്റെ സാക്ഷാൽ രൂപത്തിൽ തന്നെ വേണമെന്നില്ല. ഹറാമായ ചാറ്റിങ്ങുകളിലൂടെ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 പേരെങ്കിലും അതിനഡിക്റ്റാണ്. അതും ഒരു ലഹരിയാണ്. ആ അർത്ഥത്തിലൂടെ വ്യഭിചാരത്തിന്റെ സുതാര്യമായ സാധ്യതകൾ ഇങ്ങനെ നമ്മുടെ പരിസരങ്ങളിൽ വിളയാടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ആ സമൂഹത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാവും. അത്രേ പെട്ടെന്നുള്ള മരണം. ക്യാൻസർ രോഗമൊക്കെ വരുന്നത് വന്ന് 4ാം സ്റ്റേജും കഴിഞ്ഞ് അവസാനം അറിയാം. 4 ദിവസം മുമ്പ് ക്യാൻസർ രോഗമാണെന്ന് സ്ഥിരീകരിച്ച ഒരു ഉമ്മ ഈ 4 ദിവസം മുമ്പല്ല, അവർ മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ്, 4 ദിവസം മുമ്പാ അവരറിയുന്നത് ക്യാൻസർ ആണ്. 4ന്റെ അന്ന് അവർ മരണപ്പെട്ടു. ക്യാൻസർ സ്ഥിരീകരിച്ച ആ സമയം ഈ ഉള്ളവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്കും, ആ വാർത്ത അറിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്കും അവർ അബോധാവസ്ഥയിലേക്ക് പോകുന്നു.
ആലോചിച്ച് നോക്കണേ, ഈ രീതിയിൽ പെട്ടെന്നുള്ള മരണങ്ങൾ സമൂഹത്തിൽ വരുന്നത് വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, മഴ കിട്ടില്ല. എപ്പോഴാണെന്നറിയോ? നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്തൊന്നും മഴയില്ല. പ്രതീക്ഷിക്കാത്ത നേരത്തെ വന്ന മഴ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്യും. മഴ എന്നാ കിട്ടിയാൽ നല്ല കിട്ടലും കിട്ടും. ഈ രീതിയിൽ മഴയുടെ താളം തെറ്റുന്ന കാലം അത് ജനങ്ങളിൽ ഉണ്ടാകുന്നത് സകാത്ത് തടയുന്നവരിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്തിന്റെ അളവും തൂക്കവും അനുസരിച്ച് സകാത്തിനോടുള്ള ഗൗരവം കണ്ടുകൊണ്ട് നമ്മുടെ നാടുകളിലെ മുതലാളിമാർ സകാത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, സദഖയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, മുഹയ്യിദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെയുള്ള ട്രസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് എത്ര വലിയ പ്രോത്സാഹനമായിരിക്കും. കാരണം നമ്മുടെ സമൂഹത്തിലെ ധനാഢ്യർ അവരുടെ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുന്നിടത്ത് പരാജയം വരുന്നോ എന്ന് സംശയിക്കുകയാ. ഫേസ്ബുക്ക് ലൈവുകളും മറ്റുമൊക്കെയായി ഒരു പറ്റം ചെറുപ്പക്കാർ രംഗത്ത് വരുന്നത് സകാത്ത് കൊണ്ട് സമൂഹത്തിൽ സമ്പന്നത വർദ്ധിച്ച് പാവപ്പെട്ടവനെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, ആർക്കും ആരുടെയും ആവശ്യം സമൂഹത്തിൽ പറയാത്തൊരവസ്ഥയിലേക്ക് ലോകം എത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സകാത്തായിട്ട് ഇങ്ങനെ ചൊല്ലും, എന്റെ സകാത്ത് ആരാ എടുക്കാനുള്ളത്? ഇന്നലെയാണ് നീ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഞാൻ അതിനർഹന. ഇന്ന് സകാത്തിന്റെ അർഹതയിൽ നിന്നും ഞാൻ മോചിതനായി, ഞാൻ ഇപ്പോൾ ഒരു ധനികനാണ് എന്ന് പറഞ്ഞ് സകാത്ത് മടക്കും. ജനങ്ങൾ സകാത്തിലേക്ക് അത്ര കണ്ട് ഇറങ്ങി തിരിച്ചാൽ ലോകാവസാനത്തിന്റെ പ്രധാനമായ അടയാളങ്ങൾ പറയുന്നിടത്ത് ധാർമ്മിക ചിന്തകൾ ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുന്ന ഈ കാലഘട്ടത്തിന്റെ പല വീഴ്ചകളെയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചു. ലോകാവസാനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ശുഷ്കമായ അവസ്ഥയെക്കുറിച്ച് ഒരു ബോധമുള്ളവരാവണം നമ്മൾ. ആർണൽഡ് ബൂത്രോയിഡ് എന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പറയുന്നത് 250 കൊല്ലം പോലും ഈ ഭൂമിക്ക് ആയുസ്സുണ്ടോ എന്നതിൽ അദ്ദേഹത്തിന് പകുതിയെ പറയാൻ കഴിയുന്നുള്ളൂ എന്ന. അത്രത്തോളം ഒരു വലിയ ഗോളം വന്ന് ഈ ഭൂമി ഇടിച്ചു തകർക്കാൻ വേണ്ടി അതിനുള്ള സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സൂര്യൻ ചെറുതായി കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകം ആധുനികൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായി പറയുന്നത്. അത്രത്തോളം ലോകാവസാനം നമ്മുടെ തൊട്ടു മുന്നിൽ വന്നിരിക്കുക. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം സഹോദരാ. ലോകാവസാനത്തിന്റെ അടയാളം പറയപ്പെടുന്ന എണ്ണപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണേ. നമ്മുടെ പരിസരത്തെ കുറിച്ചായി പറഞ്ഞിട്ടുള്ളത് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ലോകാവസാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ലോകം അവസാനത്തിലേക്ക് അടുത്ത് നിൽക്കുമ്പോൾ കാണാൻ കഴിയും കോട്ട് ധരിച്ച ആളുകളെ കൂടുതൽ കാണാൻ കഴിയുമത്രേ. കോട്ട് ധരിച്ചവരെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നഴ്സിനെ കാണുന്നത് സാരി ഉടുത്ത രൂപത്തിലാ. ഇന്ന് അവിടെയും നഴ്സ് ധരിക്കുന്നത് കോട്ടാണ്. എന്തിനേറെ സ്കൂൾ യൂണിഫോം പോലും കോട്ടാണ്. അതിനപ്പുറത്തേക്ക് കടന്നു വന്നാൽ ഒരു വർക്ക്ഷോപ്പിന്റെ അകത്ത് പണിയെടുക്കുന്ന കരിപുരണ്ട ശരീരമുള്ളവന്റെ സ്പാനറും സ്ക്രൂ ഡ്രൈവറും അവൻ സൂക്ഷിക്കുന്നത് കോട്ടിന്റെ പോക്കറ്റിലാണ്. കോട്ട് ധരിച്ച രീതിയിലേക്ക് ഒരു സപ്ലയർ പോലും ഹോട്ടലിൽ വേലയെടുക്കുന്നു. കോട്ട് ധരിച്ച മനുഷ്യന്മാർ ലോകത്ത് കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ അടുത്തു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല കച്ചവടങ്ങൾ വർദ്ധിക്കുന്ന കാലം. കച്ചവടം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ പോകേണ്ടത് പ്രധാനപ്പെട്ട ഒരു അങ്ങാടിയിലേക്കായിരിക്കണം, അല്ലേ? പ്രധാനപ്പെട്ട ഒരു അങ്ങാടി. ഇന്ന് അങ്ങാടിയിൽ മാത്രമല്ല കച്ചവടം, റോഡ് സൈഡ് മുഴുവനും കച്ചവടം, ഫുട്പാത്തിൽ കച്ചവടം. അതൊക്കെ പോട്ടെ, വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ബിസിനസ്സുകൾ, അല്ലെങ്കിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ എവിടെ നിന്നും ഏത് സമയത്തും ഒരു മനുഷ്യന് അവൻ ഇരിക്കുന്നിടത്തേക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന വിധം കച്ചവടം വ്യാപകമാകുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വകഥുറൽ മാൽ
മനുഷ്യന്മാർക്ക് പണം പ്രശ്നമല്ല, പണം പെരുക്കുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളം. വഅലുമ റബ്ബുൽ മാലി ബിമാലിഹി, പണമുള്ളവൻ തന്റെ പണം കൊണ്ട് മഹാനായി മാറുന്ന കാലം. പണമുള്ളവൻ പണം മതി, അവന് സീറ്റ് കിട്ടാൻ പണം കൊണ്ട് മഹാനായി മാറുന്ന കാലം. മാത്രവുമല്ല വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം. വക്കാനത്ത് ഇമാറത്ത് സിബിയാൻ, രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് കുട്ടിത്തം വിട്ടുപോവാത്ത വിധം പക്വതയില്ലാത്ത കാലം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? എന്നാൽ നിങ്ങൾ ലോകാവസാനം പ്രതീക്ഷിക്കാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മാത്രവുമല്ല വകതുറൻ നിസാ, എവിടെ നോക്കിയാലും സ്ത്രീകൾ കൂടുതൽ കാണപ്പെടുന്ന കാലം. അതൊരു കല്യാണ മണ്ഡപത്തിലാവട്ടെ, അതൊരു മാളിലാവട്ടെ, എന്തിനേറെ നമ്മുടെ ദിക്ർ ഹൽക്കയെ കുറ്റം പറയുന്നവർക്കും പറയാനുള്ളത് ഈ ഹദീസ് തന്നെയാണ്. എവിടെയും സ്ത്രീകൾ കൂടുതൽ കാണുന്ന കാലം, സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ, സ്ത്രീകളുടെ പെരുമാറ്റം കൂടുതൽ, സ്ത്രീകൾക്ക് വേണ്ടി അലമുറയിട്ട് കരയുന്ന രീതിയിലേക്ക് ചില ചെറിയ ചെറിയ സംഘടനകൾ വന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന കാലം. എവിടെയും ചർച്ചകളിൽ സ്ത്രീകൾ വലുതാവണം, വലുതാക്കണം, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് സജീവമാക്കണമെന്ന് പറയുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളമാണ്. സുൽത്താൻ, ഭരണാധികാരി അക്രമിയാകുന്ന കാലം. അളവിലും തൂക്കത്തിലും വെട്ടിപ്പും തട്ടിപ്പും സജീവമായി കച്ചവട രംഗങ്ങളിൽ കാണപ്പെടുന്ന കാലം. ഒരു മോനെ വളർത്തി, ഒരു മോളെ വളർത്തി, ഒരുപാട് ലക്ഷങ്ങൾ പൊടിപിടിച്ചുകൊണ്ട് വലിയ ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്ത് സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ആ മോളെ എത്തിച്ചത്. ഒരുപാട് പണം ആ കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി മാറ്റിവെച്ച പിതാവ് അവസാനം ആ മകന് വേണ്ടാതെ, മകൾക്ക് വേണ്ടാതെ വലിച്ചെറിയപ്പെടുമ്പോ ആ ഏകാന്തതയിൽ ഉപ്പ വിചാരിക്കും, പടച്ചറപ്പേ, ഒരു പട്ടിയെ ഞാൻ വളർത്തിയിരുന്നുവെങ്കിൽ അത് വാലാട്ടുമായിരുന്നുവല്ലോ. ഒരു പട്ടിക്കുട്ടിയെ വളർത്തിയാൽ അതാകുമായിരുന്നു ഖൈറ്. എന്റെ മോനെ വളർത്തിയതിനേക്കാളും മോളെ വളർത്തിയതിനേക്കാളും അങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്ന കാലം വന്നിട്ടുണ്ടോ? ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലാ യുവഖറു കബീറൻ, ഒരു വലിയ ആളെയും ആദരിക്കപ്പെടുന്നില്ല, പ്രായമുള്ളവരെ ബഹുമാനിക്കപ്പെടാത്ത കാലം. എന്തിനേറെ വീട്ടിലേക്ക് ഉപ്പ വരുമ്പോൾ ഒരു ഭയവിഹുലമായ മനസ്സും ഒരു മിടിപ്പ് നിലയ്ക്കാത്ത നെഞ്ചിടവും, നമുക്ക് ഒരു പേടി കൊണ്ട് ഉപ്പാടെ വരവിൽ ഒരു ഭയഭക്തി ബഹുമാനത്തോടുകൂടെ ഉമ്മറത്ത് നിന്നും എഴുന്നേറ്റ് അപ്പുറത്തേക്ക് എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അക്കാലം ലോകാവസാനത്തിന്റെ അടയാളം. പിന്നെയും പറഞ്ഞു, ചെറിയവരോട് കരുണ ചെയ്യപ്പെടാത്ത കാലം, വ്യഭിചാര സന്തതികൾ വർദ്ധിക്കുന്ന കാലം. സുദീർഘമായ ഹദീസ്. കാലഘട്ടത്തിന്റെ അവസാനത്തിൽ വഴിയോരങ്ങളിൽ മനുഷ്യർ ശാരീരിക വീഴ്ചയിൽ നിർലജ്ജം കടന്നു വരുന്ന കാലം. റോഡ് സൈഡിൽ നിന്നുകൊണ്ട് വ്യഭിചാരത്തിന്റെ കൂലി പറയുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ജീവിതത്തിന്റെ സത്യസന്ധത നഷ്ടപ്പെട്ട് മനുഷ്യൻ അലയാണ്. ഒരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, എവിടെയും അവന് തൃപ്തി വരുന്നില്ല. ഒന്നിനോടും അവനൊരു പരിപൂർണമായി മനസ്സിനെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുക. അവന്റെ മരണത്തോടടുത്ത സമയം വരുമ്പോൾ ഒരു വിവേകം വരും, പടച്ചോനെ പറ്റിപ്പോയല്ലോ, ഒരു കുറഞ്ഞ സമയം കിട്ടിയിരുന്നുവെങ്കിൽ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ചിന്തിക്കുമെന്ന് പരിശുദ്ധമായ ഹദീസിലൂടെ സയ്യിദുനാ റസൂലുള്ളാഹി